ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തെ സ്നേഹവന്ദനം. ലേവ്യ പുസ്തകം 20-ാം അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. 19-ാം അധ്യായത്തിൽ സാമൂഹിക ജീവിതത്തിൽ പാലിക്കേണ്ടതായ നിയമങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടു. 20-ാം അധ്യായത്തിൽ ആ നിയമങ്ങളെ ലംഘിക്കുന്നവന് ലഭിക്കേണ്ടതായ ശിക്ഷയെക്കുറിച്ചാണ് നമ്മളിന്ന് വായിക്കുന്നത്. അതിലാദ്യം പറയുന്നത്, വിജാതി ദൈവമായ മോളേക്കിന് കുഞ്ഞുങ്ങളെ ബലിയർപ്പിക്കുന്നവന് വധിക്കപ്പെടണം. ജാതികളുടെ ഇടയിൽ ഉണ്ടായിരുന്നൊരു രീതിയായിരുന്നു നരബലി. ഇന്നും നമ്മുടെ സമൂഹത്തിൽ പല ആളുകളും അപ്രകാരം ചെയ്യുന്നത് വാർത്തകൾ മുഖാന്തരം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഗവൺമെൻറ് അതൊക്കെ ശക്തമായ നിയമം കൊണ്ട് നിരോധിച്ചിട്ടുണ്ടെങ്കിലും പല ആളുകളും മന്ത്രവാദത്തിൻ്റെയും അല്ലെങ്കിൽ അങ്ങനെയുള്ള പൈശാചികമായ ദേവനെ പ്രീതിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി പലരും അങ്ങനെ ചെയ്യുന്നത് നമ്മൾ കാണുന്നു. ഇത് വിജാതികളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് നിനക്ക് അനുഗ്രഹം ലഭിക്കുമെന്നാണ് അവർ പറഞ്ഞു വന്നത്. അപ്പോൾ അതിൽ വശീകരിക്കപ്പെട്ട് ഇസ്രായേൽക്കാരൻ ആരെങ്കിലും അങ്ങനെ ചെയ്താൽ അവനെ വധിക്കണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ മരുഭൂമി യാത്രയിൽ അവർക്ക് ആ പ്രശ്നമില്ല. അവരിനിയും ചെന്നെത്തുന്ന ദേശത്ത് ഉള്ളതായ ഒരു മ്ലേച്ഛതയാണ് യഹോവയായ ദൈവം മുന്നമേ അവർക്ക് മുന്നറിയിപ്പ് ഇവിടെ കൊടുക്കുന്നത്. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? എൻ്റെ വിശുദ്ധ സ്ഥലം അല്ലെങ്കിൽ പരിശുദ്ധ നാമത്തെ നിങ്ങൾ അശുദ്ധമാക്കുകയാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. 6-ാം വാക്യത്തിൽ വായിക്കുന്നു, മന്ത്രവാദി കൂടോത്രക്കാരുടെ പുറകെ പോയി അന്യ ദേവന്മാരെ ആരാധിച്ചാൽ അവരും വധിക്കപ്പെടണം. കാരണം ആത്മീയമായ വ്യഭിചാരമാണത്. 10 കൽപ്പനകളിലൂടെ ഒരു ദൈവമേ ഉള്ളുവെന്നും ആ ദൈവത്തിൻ്റെ നാമം വൃഥാ എടുക്കരുതെന്നും ആ സ്ഥാനത്ത് മറ്റൊരു ഇമേജ് പോലും ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ ദൈവ കൽപ്പന അവർക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പം അതൊക്കെ തിരസ്കരിച്ച് മറ്റ് മന്ത്രവാദികളുടെയും അല്ലെങ്കിൽ പൈശാചിക ശക്തികളെ ആരാധിക്കാൻ പോയാൽ അത് ആത്മീയമായ ഒരു വലിയ വ്യഭിചാരമായിട്ട് ദൈവം കാണുന്നു. അതുകൊണ്ട് പ്രവാചകന്മാർ വിലപിച്ച് ഇസ്രായേൽ കന്യക പരസംഗം ചെയ്തു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. കാരണം അന്യദേവന്മാരെ ആരാധിക്കാൻ പോയവരെ കുറിച്ച് അവർ പറഞ്ഞ വാക്കുകളാണ്. 7-ാം വാക്യത്തിൽ വായിക്കുന്നു, നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് നിങ്ങൾ വിശുദ്ധരാകുവീൻ, കാരണം നിങ്ങളുടെ ദൈവം വിശുദ്ധനാണ്. അപ്പോൾ ദൈവമക്കളെന്ന രീതിയിൽ ആ ദൈവത്തിൽ വിശ്വസിക്കുന്നവരും അതേ വിശുദ്ധി പാലിക്കുവാൻ അവർ ബാധ്യസ്ഥരാണ്. 9-ാം വാക്യത്തിൽ വായിക്കുന്നു, മാതാപിതാക്കളെ ശപിക്കുന്നവൻ വധിക്കപ്പെടണം. കാരണം ഭൂമിയിൽ കാണപ്പെട്ട ദൈവങ്ങളായി മാതാപിതാക്കളെ കാണുന്നു. ഒരുവൻ്റെ ജനനത്തിന് അവൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കാളികളായവരാണ് അവർ മാതാപിതാക്കൾ മക്കളെ സ്നേഹിച്ചതുപോലെ അവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന പോലെയോ പ്രാർത്ഥിക്കുന്ന പോലെയോ അവരുടെ നന്മയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന പോലെയോ ആരും ചെയ്യുന്നില്ല. അപ്രകാരം നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളുടെ ബലഹീനതയിൽ നിങ്ങളെ വളർത്തിയവരെ നിങ്ങൾ തള്ളുമ്പോൾ ദൈവത്തെ തള്ളുന്നതിന് അത് തുല്യമാണ്. അതുകൊണ്ടാണ് അവർക്ക് കഠിന ശിക്ഷ ഇവിടെ വിധിച്ചിരിക്കുന്നത്. 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ പരസ്ത്രീകളുമായോ കുടുംബ ബന്ധത്തിലോ ചാർച്ചക്കാരിലോ വ്യഭിചാരം ചെയ്താൽ അവരെയും വധിക്കണം. ദാമ്പത്യ ജീവിതത്തിൻ്റെ വിശുദ്ധി കാത്തുപരിപാലിക്കുവാനുള്ള വലിയ ആഹ്വാനമാണ് യഹോവയായ ദൈവം ഇവിടെ ഇത് നൽകുന്നത്. അപ്പം അതുകൊണ്ട് സ്വവർഗരതി, ഹോമോസെക്സ് അഥവാ ലെസ്ബിയൻ എന്നിവരെ വധിക്കണം. ദൈവം നൽകിയ ലൈംഗികമായ ആസക്തിയെ അവർ വികലമാക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതോടുപോലെ തന്നെ മൃഗത്തോടുകൂടി സഹിക്കുന്നവൻ പുരുഷനായാലും സ്ത്രീ ആയാലും അവരെയെല്ലാം വധിക്കണം. കാരണം ലൈംഗികമായ കഴിവ് ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ ദൈവത്തോടൊപ്പം പങ്കുവഹിക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്നതാണ്. അതുകൊണ്ട് സഭാപിതാക്കന്മാരുടെ കാഴ്ചപ്പാടിൽ നമ്മുടെ ബെഡ്റൂം വിശുദ്ധ മദ്ബഹായിക്ക് തുല്യവും ബെഡ് ഒരു ത്രോണോസിന് തുല്യവും അവിടെ നടക്കേണ്ട ബലിയർപ്പണമാണെന്നൊക്കെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത്രമാത്രം വിശുദ്ധമായിട്ടാണ് ദാമ്പത്യധർമ്മത്തെയും ലൈംഗികതയും പരിശുദ്ധ സഭ കാണുന്നത്. അതിനെ നമ്മൾ വികലമാക്കുന്നവർ കഠിനമായ ശിക്ഷ അനുഭവിക്കണമെന്നുള്ളതാണ്. അതിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു, കസിൻസുമായുള്ള ബന്ധം അല്ലെങ്കിൽ രക്തബന്ധത്തിലുള്ളവരുമായുള്ള ബന്ധം അത് ഏറ്റവും വലിയൊരു പാപമാണ്. രക്തബന്ധത്തിലുള്ളവരുമായിട്ടുള്ള ഒരു ലൈംഗിക ബന്ധം എന്ന് പറയുന്നത്
അത് പലപ്പോഴും സംഭവിക്കുന്ന മൃഗങ്ങളിൽ മാത്രമാണ്. പക്ഷിമൃഗാദികളിലൊക്കെ അത് സംഭവിക്കുന്നു. കാരണം അവയുടെ ലൈംഗികത കൊണ്ട് ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, അതായത് വംശം നിലനിർത്തുക എന്നുള്ളത് ഒറ്റ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. ആ പ്രൊക്രിയേഷൻ ജീവോൽപാദനത്തിന് വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് അവയ്ക്കുള്ള ലൈംഗികമായ കഴിവിനെ സീസണലാക്കി ദൈവം കൊടുക്കുകയും ചെയ്തു. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അത് ദൈവവും മനുഷ്യനുമായുള്ള ബന്ധമാണ് ഭാര്യാഭർത്തൃ ബന്ധമായിട്ട് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മൾ കാണുന്നത്. അതുകൊണ്ട് കസിൻസായ മാതൃ സഹോദരിയോ പിതൃ സഹോദരിയോ അവരുടെ മക്കളോ ഒന്നുമായിട്ടുള്ള ലൈംഗിക ബന്ധം ഇത് പാടില്ല എന്നുള്ളതാണ്. 22-ാം വാക്യത്തിൽ വായിക്കുന്നു, ഞാൻ നിങ്ങളെ നയിക്കുന്നതായ ദേശം നിങ്ങളെ തിരസ്കരിക്കാതിരിക്കുവാൻ എൻ്റെ കൽപ്പനകളെ അനുസരിക്കുകയും അവ നിങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യണം. ആ ദേശം നിങ്ങൾ അതിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ ദേശം പോലും നിങ്ങളെ തിരസ്കരിക്കും. കാരണം ഈ പ്രപഞ്ചം ദൈവത്തിൻ്റെതാണ്. അപ്പോൾ ദേശം നിങ്ങളെ കാരണം അവിടെയുള്ള ആളുകൾ തിരസ്കരിക്കപ്പെട്ടത് ഇപ്രകാരമുള്ള മ്ലേച്ഛമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഞാൻ അവരെ നീക്കി നിങ്ങൾക്ക് ആ ദേശം ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ അവർ ചെയ്ത അതേ പാപം അതുപോലെ തന്നെ നിങ്ങൾ തുടരുന്നുവെങ്കിൽ നിങ്ങൾ മുഖാന്തരവും ആ ദേശം അശുദ്ധമാകും, എൻ്റെ നാമവും അശുദ്ധമാകും. അപ്പോൾ അത് പാടില്ല. നിങ്ങൾ എൻ്റെ പ്രതിനിധികളാണ്, എന്നെ ഈ ഭൂമിയിൽ പ്രതിനിധീകരിക്കുന്നവരാണ് ഓരോ വിശ്വാസിയും. അതുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. 24-ാം വാക്യത്തിൽ വായിക്കുന്നു, നിങ്ങൾക്ക് ഞാൻ തരുന്ന ദേശത്തിൻ്റെ പ്രത്യേകത തേനും പാലും ഒഴുകുന്ന ദേശം. സമൃദ്ധിയെ സൂചിപ്പിക്കുന്നതാണ് തേനും പാലും ഒഴുകുക എന്ന് പറഞ്ഞാൽ. അത്രമാത്രം സമൃദ്ധമായ ഒരു ദേശമാണ് ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. പക്ഷെ അവിടെ ഒരുപാട് മ്ലേച്ഛകരമായ കാര്യങ്ങൾ ജാതികളുടെ ഇടയിലുണ്ട്. അതൊന്നും നിങ്ങൾ തുടരാൻ പാടില്ല. അതുകൊണ്ട് അവരെയൊക്കെ നീക്കി അവരുടെ സ്ഥലം ഞാൻ നിങ്ങൾക്ക് തരുന്നത് ആ സ്ഥലം നിങ്ങൾ മുഖാന്തരം വിശദീകരിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. എൻ്റെ നാമവും നിങ്ങൾ മുഖാന്തരം വിശദീകരിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ മുഖാന്തരമാണ്, പുതിയ നിയമത്തിൽ നമുക്കറിയാം, നമ്മൾ മുഖാന്തരമാണ് യേശു ക്രിസ്തുവിൻ്റെ നാമം വിശദീകരിക്കപ്പെടുന്നത്. കർത്തൃ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, നിൻ്റെ രാജ്യം വരണം, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണം, നിൻ്റെ നാമം മഹത്വപ്പെടണം. ഇതാരിലൂടെയാണ് ഇതൊക്കെ സംഭവിക്കേണ്ടത്? നമ്മിലൂടെയാണ് ഇതൊക്കെ സംഭവിക്കേണ്ടത്. അപ്പോൾ അപ്രകാരം വിശുദ്ധമായി നമ്മൾ ജീവിക്കുമ്പോൾ മാത്രമേ നമ്മൾ മുഖാന്തരം ദൈവനാമം ഈ ഭൂമിയിൽ വിശദീകരിക്കപ്പെടത്തുള്ളൂ, ദൈവത്തിൻ്റെ രാജ്യം ഈ ഭൂമിയിൽ പ്രാവർത്തികമാവുകയുള്ളൂ. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നത്, നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന കാര്യം നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതാണ്. പിന്നെ പറഞ്ഞ അശുദ്ധമായതിനെ കൊണ്ട് നിങ്ങൾ അശുദ്ധരാകരുത്. അതുകൊണ്ട് ഞാൻ നിങ്ങൾ തന്നിട്ടുള്ളത് അശുദ്ധ പക്ഷികളും വിശുദ്ധ പക്ഷികളും അശുദ്ധ മൃഗങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഭക്ഷണകാര്യങ്ങളിൽ പോലും നിങ്ങൾ ആ വിശുദ്ധി പാലിക്കണം. അപ്പം അങ്ങനെ എല്ലാ കാര്യങ്ങളിലും, കാരണം നിങ്ങൾ എൻ്റെ മുമ്പിൽ വിശുദ്ധരായിരിക്കണം, എന്തെന്നാൽ നിങ്ങളുടെ കർത്താവായ ഞാൻ പരിശുദ്ധനാണ്. അപ്പോൾ ദൈവം പരിശുദ്ധനായതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളായ നമ്മളും ആ പരിശുദ്ധിയിൽ ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അത് നമുക്ക് സാധിക്കണമെങ്കിൽ ഈ കൽപ്പനകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടതാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു. ആ ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് ഇടയായിത്തീരണം. അപ്പോൾ കർത്താവ് നമ്മിലും നാം അവനിലും വസിക്കുന്ന ശ്രേഷ്ഠമായൊരു അനുഭവം ഉണ്ടാകണം. അതായിരിക്കണം യഥാർത്ഥ ക്രൈസ്തവ ജീവിതം. അതിന് ദൈവമേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. വേദപുസ്തക വായനകളും പ്രാർത്ഥനകളും ആരാധനകളൊക്കെ ഇതിന് നമ്മെ സഹായിക്കണം. ഇല്ലെങ്കിൽ ഇത് വെറും കർമ്മമായിട്ട് മാറും. അതിന് നമ്മെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ ഈ വേദഭാഗം ഇവിടെ നിർത്തുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.